അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങും ഗാർഡനിങ്ങും ഒന്നും ആയിട്ടല്ല, എൻ്റെ ഈ കുക്കിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. പിന്നെ പിന്നെ ഇവക്കിപ്പം 8 മാസമാണ് പ്രായം. ഇവള് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതും ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടാക്കിയ ഓരോ മാറ്റങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പേർഷ്യൻ ക്യാറ്റാണ്. പേര് കുക്കി. കുക്കി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ആണെങ്കിലും ഓടി വരും. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനിങ്ങനെ ഡോഗ്സൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴേ ഓടി വരുന്നതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പൂച്ച അങ്ങനെ വിളിക്കുമ്പോൾ വരുന്നത് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസാണ്. എനിക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. കുട്ടികൾ ഇതിനെ പിടിച്ചിട്ട് നന്നായിട്ട് കൈ കഴുകുമോ, അവർ വായിൽ കൈ വയ്ക്കുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻ കൊണ്ട് എനിക്ക് പൂച്ചയൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയുന്നതാണ് സത്യം. വന്ന് ഇവളെ മേടിക്കുമ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവള് ഞങ്ങളുടെ പൊന്നോമനയായി മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചത്. പക്ഷെ ഇപ്പം ഇത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി മാറിയിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും 5 മണിക്കാണ് അലാറം വെച്ച് എണീക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം എങ്ങനെയോ എൻ്റെ അലാറം ഓഫായിപ്പോയി. അപ്പോൾ ഒരു 5:10 ആയപ്പോഴത്തേക്കും ഇവള് ബെഡ്റൂമിൽ കയറാറേ ഇല്ല. ബെഡ്റൂമിൻ്റെ പുറത്ത് ഞങ്ങൾ ഉറങ്ങി എണീറ്റ് വരുന്നത് വരെ കാവൽ കിടക്കുകയാണ് പതിവ്. ഒരു 5:10 ആയപ്പം ബെഡ്റൂമിൽ വന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇവൾക്ക് എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടികളും ചാടി എണീറ്റ് കുക്കി എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എണീറ്റെന്ന് കണ്ടതേ ഇവള് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി. അപ്പോൾ എന്ത് പറ്റിയാവോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം 5:10. അപ്പം ഞാൻ ഈശ്വരാ, എൻ്റെ അലാറം അടിച്ചില്ലേ എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അലാറം അടിച്ചില്ലെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്നെ അവൾ വിളിച്ചെണീപ്പിച്ചതാണെന്നുള്ളത് അപ്പോൾ എനിക്കങ്ങ് അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇവളെ കുറേയും കൂടി അങ്ങ് സ്നേഹിക്കാനുള്ളൊരു മനസ്സിനൊരു വല്ലാത്ത ആഗ്രഹം. കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് കുട്ടികൾ അധികം ഫോണൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ വാങ്ങിച്ചു കൊടുത്തത്. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിനൊന്നും ഞാൻ അത്ര എതിരൊന്നും അല്ല. കുറച്ച് ഒരു ലിമിറ്റിട്ടൊക്കെ കാണുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആകുമല്ലോ. അപ്പോൾ ഒരു പെറ്റൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുമല്ലോ എന്നോർത്ത് വാങ്ങിച്ചതാണ്. അവർ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. അവർ എന്തായാലും കുക്കിയെ പൊന്നുപോലെ അവർ നോക്കുന്നുണ്ട്. അവർ സ്കൂൾ വിട്ട് വന്നാൽ കൂടുതൽ സമയവും പൂച്ചയുടെ കൂടെയാണ്. ആദ്യമൊക്കെ ഇവർ നന്നായിട്ട് കൈ കഴുകുമോ, കൈ വായിൽ വയ്ക്കുമോ, കുക്കി കിച്ചണിൽ വരുമോ, ബെഡ്റൂമിൽ കയറുമോ, അങ്ങനെയുള്ള ടെൻഷനുകളായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ആദ്യമൊന്നും അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ടെൻഷൻ കൊണ്ട് ഇതിൻ്റെ ഹെയർ പൊഴിയുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇവള് എന്തായാലും പറയുന്ന അതുപടി അനുസരിക്കും. ഒരൊറ്റ തവണ അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ പോവില്ല. കിച്ചണിൽ വരില്ല. ഈവൻ കിച്ചണിൽ ഫ്ലോറിലൊക്കെ വന്നാലും കൗണ്ടർ ടോപ്പിലൊന്നും ഇതുവരെയും കയറിയിട്ടില്ല. ഇതുവരെ ബെഡിൽ കയറിയിട്ടില്ല. സോഫയിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ച് നമ്മുടെ മടിയിലൊക്കെ ഇരുത്തിയാൽ ജസ്റ്റ് ഇരിക്കുമെന്നേ ഉള്ളൂ. ആള് അങ്ങനെ ഒരു അടിപൊളി പൂച്ചയാണ്. ആ പൂച്ച വന്നതിന് ശേഷം ഞാനും കുട്ടികളും ഒക്കെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഹെൽത്തി ഫുഡും ഗാർഡനിങ്ങും ഒക്കെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴും ഒക്കെ ഒരു നല്ല കൂട്ടുകാരിയായിട്ട് അവൾ എപ്പോഴും കൂടെയുണ്ട്. അപ്പം ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും കുട്ടികൾക്ക് ഫോണിനോടുള്ള അഡിക്ഷനോ അല്ലെങ്കിൽ ഒരുപാട് വാശിയോ ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് വേ ആണ് ഒരു കുഞ്ഞ് പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത്. അത് ഈവൻ ക്യാറ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു കുഞ്ഞ് ഫിഷ് ആണെങ്കിലും മതി. കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇതൊന്നും ഇതുവരെയും വളർത്തിയിട്ടില്ലാത്ത ഒരു വീട്ടിലാണ് പെട്ടെന്നൊരു പെറ്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പം കുഞ്ഞുങ്ങൾ പെട്ടെന്ന്
പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. മക്കളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ക്യാറ്റിന് മക്കളെ മിസ് ചെയ്യായിരുന്നു, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളെ കാണാതെ ഇത് കരയായിരുന്നു, വിഷമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി കാത്തിരുന്ന ഒരാളെ അവർ പയ്യെ പയ്യെ സ്നേഹിച്ചു തുടങ്ങും. അത് കുഞ്ഞുങ്ങളെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരും മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു മൈൻഡൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും. ഇത് ഇന്നലെ എറിക്ക് പഠിക്കാനിരുന്നപ്പം കുക്കി എറിക്കിനെ ഹെൽപ്പ് ചെയ്തൊരു ഭാഗം ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ആ പേജ് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാനിൻ്റെ കാറ്റിൽ. അപ്പോൾ അവൾ അത് കണ്ട് വേഗം വന്ന് ആ പേജ് ഇങ്ങനെ കൈ വെച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തൊരു ബുദ്ധിയാണിതിന്. അത് കാണുമ്പോൾ നമുക്കത് നന്നായിട്ട് സന്തോഷം തോന്നും. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതങ്ങനെ കണ്ട് ആസ്വദിക്കും. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഇത്രയും കളർഫുള്ളാക്കിയ, ഹാപ്പി ആക്കിയ കുക്കിയെ നമ്മൾ അതുപോലെ തിരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമല്ലോ. ഞാൻ കുക്കീനെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവാണ്. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കുട്ടികൾ എപ്പോഴും ഇതിനെ പിടിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പേടിച്ചിട്ട് ഞാൻ ഒന്നരാടം ദിവസങ്ങളിൽ കുളിപ്പിക്കുമായിരുന്നു. കുളിപ്പിക്കുമ്പോഴൊക്കെ ആൾ ഭയങ്കര കാമാണ്, അടങ്ങിയിരുന്ന് തരും, ശല്യപ്പെടുത്തത്തൊന്നുമില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പുറത്ത് ഇവളെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 8 മാസമാണ് പ്രായം. 8 മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഹെയർ കട്ടൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. കുക്കിയെ നമ്മൾ വാങ്ങിയത് ഇവിടെ അടുത്തുള്ള പറവ എന്നു പേരുള്ള ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ്. അവിടെ തന്നെയാണ് അവിടെ പെറ്റ്സിൻ്റെ എല്ലാ സർവീസും ഉണ്ട്. ഞങ്ങളവിടെ കുക്കിയുടെ ഹെയർ കട്ട് ചെയ്യാനും കുക്കിയെ ഒന്ന് നന്നായിട്ട് കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോവാണ്. ആൾക്കങ്ങനെ മോശം സ്മെല്ലോ ഒന്നുമില്ല. പൂച്ച പൊതുവേ നല്ല വൃത്തിയുള്ള ഒരു ജീവിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുക്കിയെയും കൊണ്ട് ഞാനും എൻ്റെ ഫാദറും എൻ്റെ മക്കളും ഒന്നിച്ച് ഞങ്ങൾ പറവ പെറ്റ് ഷോപ്പിൽ പോയി. അവിടെ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. അയാൾ നല്ല അടിപൊളിയായിട്ട് കുക്കിയുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് നെയിലൊക്കെ കട്ട് ചെയ്ത് കുളിപ്പിച്ച് സുന്ദരിയാക്കി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈവൻ കുട്ടികൾക്ക് മാത്രമല്ല, പാരൻസൊക്കെ ഇപ്പം ഒറ്റപ്പെട്ട് കഴിയുന്ന പാരൻസൊക്കെ ഉണ്ടല്ലോ. നമ്മുടെയൊക്കെ അധികം വീടുകളിലും മക്കളൊക്കെ വിദേശത്ത് പോയി റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ പാരൻസൊക്കെ തനിയെ വീടുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഒരു ചെറിയൊരു പെറ്റ് അവരുടെ ലൈഫിലേക്ക് വരുമ്പം മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണല്ലോ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പെറ്റിനെയൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്ത് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ അത് അവരുടെ ഒറ്റപ്പെട്ടു പോയവരുടെ ജീവിതത്തിലൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. അവരുടെ ഒരു വലിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഇതുവഴി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഇതുപോലൊരു സന്തോഷം ജീവിതത്തിന് ഇതൊരു ഇൻസ്പിറേഷനായി മാറുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുക്കിനെ അവരെ കുളിപ്പിച്ച് നല്ല അടിപൊളിയാക്കി ഹെയർ കട്ടൊക്കെ ചെയ്ത് തന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും കുക്കിങ്ങും ഗാർഡനിങ്ങും മാത്രമായാലും ഒരു രസമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.